ഹായ് ഗായ്സ്, നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? നല്ല ചൂട് ചായയും നല്ല മുട്ട ബജ്ജിയും ഉണ്ടാക്കി കഴിച്ചാലോ ഒന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് മുട്ട ഇരിപ്പുണ്ട്, തോനെയൊന്നുമല്ല, ഒരു 3 മുട്ട ഇരിപ്പുണ്ട്. അത് ഉപ്പിട്ട് പുഴുങ്ങാൻ വെച്ച്. പിന്നെ കുറച്ച് മൈദാപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ ദോശമാവില്ലേ അതുപോലെ കലക്കിയെടുത്ത് നമുക്ക് അതിനകത്ത് കടലപ്പൊടിയും അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ അതൊന്നും എൻ്റെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ള സാധനം വെച്ചാണ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ 3 മുട്ടയുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ അരിഞ്ഞ് കേട്ടോ. അത് മുറിച്ച് രണ്ടായിട്ട് കീറി നമുക്ക് വേണമെങ്കിൽ അത് ഒരു മുട്ടയായിട്ടും ഉണ്ടാക്കാം. എന്നിട്ട് നല്ല രീതിയിൽ മുക്കി, നമുക്ക് തോനെ എണ്ണയൊന്നും വേണ്ട, ഉള്ള പോലെ കുറച്ച് ഓയിൽ. ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തത്, സൺഫ്ലവർ ഓയിൽ കേട്ടോ. അത് വായി വരാൻ കുറച്ച് പാടാം. പിന്നെ മുരിച്ചെടുത്ത് നല്ല, ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഉണ്ടാക്കുന്ന മുട്ട ബജി നല്ല അടിപൊളിയായിട്ട് വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കുറച്ചെടുത്ത് മാത്രം മാവ് പിടിച്ചില്ല, പക്ഷെ നല്ല കറുമുറു എന്ന് വന്നു കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു, ഞാൻ കള്ളം പറയല്ലേ. പക്ഷേ എനിക്ക് മുട്ട ബജ്ജിയും കാട്ടി ഇഷ്ടപ്പെട്ടത് പപ്പട ബജ്ജി കേട്ടോ. പിന്നെ പപ്പടം ഇരിപ്പുണ്ട്, ഞാൻ പപ്പടം മുറിച്ച് അതിനകത്ത് ബാക്കി വന്ന മാവും കൂടെ മുക്കി ഞാൻ പൊരിച്ചെടുത്തു. ഭയങ്കര ടേസ്റ്റായിരുന്നേ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ.